ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും നമ്മളൊരു ട്രെയിലർ റിയാക്ഷൻ വന്നിരിക്കുകയാണ്. ബെസ് ജോസഫ് അഭിനയിക്കുന്ന മരണമാസം എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത്. മറ്റന്നാളാണ് പടം ഇറങ്ങുന്നത്. അപ്പോൾ ചെറിയ കാരണങ്ങൾ നമ്മൾ ഈ സാധനം നമ്മൾ ജസ്റ്റ് ഒന്ന് വിട്ടുപോയാൽ. സോ പടത്തിൽ അഭിനയിക്കുന്നത് ബെസ് ജോസഫ് ഉണ്ട്, രാജേഷ് മാധവൻ ഉണ്ട്, സിജു സണ്ണി ഉണ്ട്, പിന്നെ സുരേഷ് കൃഷ്ണ ഉണ്ട്, ബാബു ആന്റണി ഉണ്ട്. അങ്ങനെ സോ മെനി ആൾക്കാർ അഭിനയിക്കുന്ന ഒരു പടമാണ് ഗൈസ്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ശിവപ്രസാദ് എന്ന് പറഞ്ഞ ആളാണ്. ലെറ്റ്സ് വാച്ച് ദി ട്രെയിലർ ഓഫ് മരണമാസ്. സബ്ജക്ട് ഇൻ ദിസ് ട്രെയിലർ ആർ ക്ലോസർ ദാൻ ദ കണ്ടില്ല. ടോവിനോ തോമസ് പ്രസൻസ്. സൈക്കോ പടവാ. മഹേന്ദ്ര താർ പള്ളി ബാബു ആന്റണി, ഡിവൈഎസ്പി അജയ് രാധാകൃഷ്ണൻ, ഡിവൈഎസ്പി ആംഗർ യങ്സ്റ്റർ ബെസ് ജോസഫ്. വർഗീയ കലാപം ഉണ്ടാക്കുന്നത് ഒരു ചെറിയ കാര്യമാണല്ലേ. പോലീസ് സ്റ്റേഷന്റെ ഫോട്ടോ എടുത്ത് OLX ഇട്ട് വിൽക്കാൻ ശ്രമിച്ചത്. അത്ര ഉള്ള കേസ് നമ്മളെ വേണ്ടതിന് നമുക്ക് വേണ്ട കേസ് സിറ്റി കേസ്. കൺവിൻസിംഗ് സ്റ്റാർ. ഈ ഡയലോഗ് ആക്ച്വലി ഇതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമകത്ത് ഏതോ ഒരു ചേട്ടൻ ഇൻസ്റ്റാഗ്രാമിനകത്ത് വന്ന് ഇതുപോലെ വീഡിയോ വന്നില്ലായിരുന്നോ? കല്യാണം മുടക്കുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ, നാട്ടിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളി തല്ലിക്കൊല്ലുന്നു അങ്ങനെ എന്തോ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ഇവർ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടറിനെ അവരുണ്ടാക്കിയിരിക്കുന്നത്. ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ്. കൊലച്ചിരിയുടെ ഓളങ്ങളിൽ ചോര സൈക്കോടാ, സീരിയൽ കില്ലറടാ. കവിത രചിക്കാം, ഒരു തേങ്ങലിന്റെ യവനാണോ അപ്പം സൈക്കോ സീരിയൽ കില്ലർ? മരിച്ചതായി ഞാൻ കൊന്നതായി നീയും കണക്കാക്കുക. തിരിയില്ല ചോരക്കടലിൽ മരണത്തിൻ തോണി തൊഴിയാം. പുനർജന്മങ്ങളിൽ നീ ബലിക്കാക്കിയായി വാഞ്ഞു വീഴുമ്പോൾ ദൂരെ നിന്നും ഞാൻ വെടിവെച്ചിട്ടു. നീ എവിടെ ഇരുന്നു? അവിടെ കൊടും വയലൻസ് നടക്കാൻ പോ. അത് കണ്ട നീ പേടിക്കും. അപ്പോൾ ഒരു സൈക്കോ കില്ലർ അത് ആളിനെ കാണിച്ചിട്ടുണ്ട്, ആളിനെ റിവീൽ ചെയ്തിട്ടുണ്ട്. സോ പുള്ളിക്കാരൻ ചെയ്യുന്ന കൊലപാതകം പുള്ളിക്കാരനെ പിടിക്കാൻ നടക്കുന്നു. അതായത് നാടിനും വീട്ടിലും ഗുണമില്ലാത്ത ഒരു ക്യാരക്ടറാണ് ബെസ് ജോസഫിൻ്റെ. പുള്ളിക്കാരൻ നാട്ടിന് വേണ്ടിയിട്ട് സൈക്കോ കില്ലറിനെ പിടിക്കുന്നു, നാടിനും നന്മമരമാകുന്നു. ഇനി അതാണോ പടം? ഞാൻ കുറേ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ ഈ വാഴപ്പഴവും ഈ പടവും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നത്. എന്നാൽ ഈ പഴവും ഒരു എഴുത്തും പടവും കൊലയും എങ്ങനെ ബന്ധം? ഇനി വാഴപ്പഴം കഴിച്ചിട്ട് തൊലി ഇട്ടിട്ട് പോകുമ്പോൾ സൈക്കോ കില്ലർ അതേ തിന്നി തലയടിച്ച് വീണ് അങ്ങനെ അവരെ സൈക്കോ കില്ലറിനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക അങ്ങനെ വല്ലതാണോ? അപ്പോൾ ഏപ്രിൽ 10-നാണ് പടം ഇറങ്ങുന്നത്, അതായത് മറ്റന്നാളാണ് പടം ഇറങ്ങുന്നത്. നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ട്രെയിലർ സ്കിപ്പായി പോയായിരുന്നു. സോ കൊള്ളാവിടെ, രസമുണ്ടേ. ഒരു സൈക്കോ പടം, സൈക്കോ കില്ലറിനെ പിടിക്കാൻ നടക്കുന്ന ഒരു പടം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നാടിനും വീട്ടിലും വേണ്ടാത്ത ഒരു ആൾ സൈക്കോ കില്ലറിനെ പിടിച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ ഇനി അങ്ങനെ പുള്ളിക്കാരൻ നാടിൻ്റെ പൊന്നോമന പുത്രനാവുന്നതായിരിക്കും. എന്തായാലും മറ്റന്നാളെ പടം ഇറങ്ങുന്നത്. മറ്റന്നാൾ ഒരുപാട് പടം ഇറങ്ങുന്നുണ്ട്, 4 പടം ഇറങ്ങുന്നുണ്ട്. ബസൂക്ക ഇറങ്ങുന്നുണ്ട്, ആലപ്പുഴ ജിംഖാന ഇറങ്ങുന്നുണ്ട്, പിന്നെ ഈ മരണമാസം ഇറങ്ങുന്നുണ്ട്, പിന്നെ ഗുഡ് ബാഡ് അഗ്ലി ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ ഏതാണ് കേസ് ആദ്യം കാണാൻ പോകുന്നത്? എനിക്ക് ആദ്യം കാണണം, ആലപ്പുഴ ജിംഖാന കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ബസൂക്ക രാവിലെ ഉണ്ട്. സോ ഏത് വേണം ഭയങ്കര കൺഫ്യൂഷനാണ്. മരണമാസം എന്തായാലും കാണണം. 4 പടം ഒറ്റ. ഓ മൈ ഗോഡ്, ഒരു ദിവസം തന്നെ 4 പടം എങ്ങനെ കണ്ടു തീർക്കും ദൈവം തമ്പേന് മാത്രം അറിയാം കേസ്. 3 പടം കണ്ടിട്ട് എൻ്റെ കിളിയും കിളിക്കൂടൊക്കെ പറന്നു പോയിട്ടുണ്ട് കേസ്. അപ്പോൾ ഈ 4 പടം കൂടെ എങ്ങനെ കാണുമെന്ന് 2 ദിവസം കൊണ്ട് കാണണം.
എന്തായാലും ഞാനൊരു കാര്യം ഒരു ദിവസം കൊണ്ട് 3 പടം തീർത്താൽ എങ്ങനെ ഉണ്ടാവും? 3 മലയാളം ബസൂക്ക യ്യോ! ഒരു ദിവസം കൊണ്ട് 3 പടം തീർത്താൽ എങ്ങനെ ഉണ്ടാവും? ബസൂക്കയും ആലപ്പുഴ ജിംഖാനയും മരണം മാസവും ഗുഡ് ബാഡ് അഗളി പിറ്റേ ദിവസം കാണാം. എന്തായാലും 4 പടം ഇറങ്ങുന്നുണ്ട് ഗൈസ്. അപ്പോൾ 4 കാണണം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഏത് പടം കാണാൻ പോകുന്നത്? ഞാനിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ഇരിക്കുകയാണ് ഏത് പടം കാണാൻ പോകണം ആദ്യം എന്നുള്ളത്. സോ എന്തായാലും എല്ലാം കാണണം. സോ ഗൈസ് ഈസ് എ ഗുഡ് ട്രെയിലർ. സോ നൈസ് മൂവി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റന്നാൾ എന്തായാലും പോയി കാണാം നമുക്ക്. സോ അപ്പോൾ അത്രയോടെ